angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സെലിബ്രിറ്റി ഇൻസ്പയർഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. ആൻഡ് ഞാൻ ചെയ്യാൻ പോകുന്ന സെലിബ്രിറ്റി വന്നിട്ട് അതിഥി റാവ് ഹൈദരി എന്ന് പറഞ്ഞിട്ടൊരു ബോളിവുഡ് ആക്ട്രസ് ആണ്. ആൻഡ് ഇതൊരു ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. കുറേ നാളായിട്ട് ഇപ്പം ഞാനൊരു അടുപ്പിച്ചൊരു 3-4 സെലിബ്രിറ്റി മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു ലുക്കാണ് ഈ അതിഥി റാവിൻ്റെ. അപ്പോൾ ഇന്ന് ആക്ച്വലി ഈ ലുക്ക് ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് തപ്പിപ്പിടിച്ചത്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി അതിഥിനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ബട്ട് ദ തിങ് അതിഥി ഭയങ്കര ഷാർപ്പ് ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര നല്ല ഭംഗിയുള്ള നല്ല ഉണ്ട കണ്ണും നല്ല നീണ്ട മൂക്കൊക്കെ ആയിട്ട് കോൺടേർഡ് ആയിട്ടുള്ള ഫേസ് ഒക്കെ ആയിട്ട് പെർഫെക്റ്റ് സൂപ്പർ മോഡൽ ലുക്കാണ്. ഫിഗറും അതെ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സെലിബ്രിറ്റീസിനെ പോലത്തെ ലുക്ക് നമുക്ക് ഉണ്ടാവണം എന്നൊന്നും ഇല്ല. ദാറ്റ്സ് ടോട്ടലി ഓക്കെ. നമ്മൾ ജസ്റ്റ് മേക്കപ്പ് മാത്രം റീക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. നമ്മൾ ഒരിക്കലും അവരെ പോലെ ആവാനല്ല ശ്രമിക്കുന്നത്. അപ്പോൾ ആ മേക്കപ്പ് ഞാൻ കുറേ മേക്കപ്പ് ലുക്സ് നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിഥി എപ്പോഴും വളരെ ന്യൂഡ് ആൻഡ് നോ മേക്കപ്പ് ലുക്ക് സ്ലേ ചെയ്യുന്ന ഒരാളാണ്. അത് നമ്മൾ കണ്ട ഞെട്ടിപ്പോവും. ഇത്രയും ഭംഗി ന്യൂഡ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇത്രയും ഭംഗി ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്കും രസമാണ്. പക്ഷേ ഫോർ മൈ ഫീച്ചേഴ്സ് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് അത്രയ്ക്കും ന്യൂഡ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ലുക്ക് ലൈക്ക് എ ചൈനീസ്. ഞാൻ ചൈനീസിനെ പോലെ ഇരിക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും കുറച്ച് ബ്രൈറ്റ് ഐസ് ആൻഡ് ബ്രൈറ്റ് ലിപ്സ് ആയിട്ടുള്ള മേക്കപ്പാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ തപ്പി കണ്ടുപിടിച്ച ഒരു മേക്കപ്പ് ലുക്കാണ് ഇത്. ആൻഡ് ഇത് ഐ തിങ്ക് A1 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ലോഞ്ചോ അങ്ങനെ എന്തോ സംതിങ്ങിന് വേണ്ടി എടുത്ത ഒരു പ്രൊമോഷണൽ ഫോട്ടോ ആണത്. ആൻഡ് ടോട്ടലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു അക്വാ ബ്ലൂവിന്റെ ടിഞ്ച് കണ്ണിന്റെ താഴെയും നല്ല ബ്രൈറ്റ് ലിപ്സ്റ്റിക്കും. ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു റീക്രിയേറ്റ് ആസ് വെൽ. അപ്പോൾ നമുക്കിനി ബേസിക് അപ്ഡേറ്റ്സ് വന്നിട്ട് ഇന്നത്തെ ടോപ്പ് വന്നിട്ട് ഇത് തന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ വ്ളോഗിൽ നിങ്ങൾ എന്തായാലും ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. ആൻഡ് പിന്നെന്താണ് പിന്നെ നെയിൽ പോളിഷ് എന്നിട്ട് ആ സെയിം തന്നെ ഗ്രീൻ ആൻഡ് വൈറ്റ് പീച്ച ലിപ്സ്റ്റിക് ഞാൻ എന്തായാലും വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇയറിംഗ്സ് ഒന്നും ഇട്ടിട്ടില്ല. ബിക്കോസ് ആ ഫോട്ടോയിൽ അങ്ങനെ ജ്വല്ലറീസ് ഒന്നും ഇട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ജസ്റ്റ് ഇത്രയും മാത്രം ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പൊ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. നന്നായിട്ട് ഫേസ് ക്ലെൻസ് ആൻഡ് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ടാണ്. ആ മോയ്സ്ചറൈസ് ചെയ്ത ഫേസിലേക്കാണ് ഞാനിപ്പോൾ പ്രൈം ചെയ്യാൻ പോകുന്നത്. ഞാൻ W7 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലെ പ്രൈം മാജിക് ഫേസ് പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇത് എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് പിഞ്ചേച്ചി വാങ്ങി തന്നതാണ്. ബട്ട് ഇപ്പോൾ ഇത് നൈക്കയിൽ അവൈലബിൾ ആണ്. ഇത് വളരെ നല്ലൊരു ഫേസ് പ്രൈമർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ബ്ലർ ചെയ്യാനുണ്ട് നമ്മുടെ പോസൊക്കെ. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യണത്. അതിനുശേഷം ഞാൻ എൻ്റെ റീസെൻറ്റ് ലവ് ആയിട്ടുള്ള വെറ്റ് ആൻഡ് വൈൽഡ് ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷൻ ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതൊരു നല്ല ഒരു ഫൗണ്ടേഷൻ ആണ്. ആൻഡ് എനിക്ക് അടുത്ത കാലത്ത് വാങ്ങിച്ചതിൽ ഏറ്റവും പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. അതാണ് ഞാനിപ്പോൾ എല്ലാ ട്യൂട്ടോറിയൽസും ഇത് തന്നെ യൂസ് ചെയ്യണേ. അപ്പോൾ ഇത് എൻ്റെ ഫേസിൽ എൻ്റെ സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ ഡോട്ട് ചെയ്തിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ഇൻ ചെയ്യാണ്. കഴുത്തിലും നമ്മൾ അപ്ലൈ ചെയ്യണം. അതൊരിക്കലും മിസ്സായി പോകരുത്. ആൻഡ് ഈ അടുത്ത് തന്നെ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ എങ്ങനെയാണ് ശരിയായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ മുകളിലത്തെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ കാണാൻ പറ്റും ബ്യൂട്ടി ബ്ലെൻഡർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ഇൻ ചെയ്യാണ് എൻ്റെ ഫൗണ്ടേഷൻ. കഴുത്തിലും ഫേസിലും ചെവിയിലും എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് കൺസീൽ ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലറാണ്. ഇത് നല്ല കൺസീലറാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് അടുത്ത് വാങ്ങിയതാണ് ഹോക്ക് മേക്കപ്പ് എന്നൊരു സൈറ്റിൽ നിന്ന്. വളരെ നല്ല കൺസീലറാണ്. ആൻഡ് ഇത് നമ്മളുടെ കൺസീലർ ഹൈലൈറ്റ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതായത് നമ്മളുടെ ഡാർക്ക് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിൻ്റെ അവിടെ, അല്ലെങ്കിൽ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ, പിന്നെ നോസിൻ്റെ ബ്രിഡ്ജിൽ, ഫോർഹെഡിൽ, ക്യൂപിഡ്സ് ബോൾ, ചിന്നിൽ, പിന്നെ കോൺടറിങ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് അതിഥിൻ്റെ ആ ഒരു ഫോട്ടോയ്ക്കകത്ത്. അപ്പോൾ ആ കോൺടർ ചെയ്യുന്നത് തൊട്ട് താഴെ ആ ഷാർപ്പ് കോൺടറിങ് കിട്ടാൻ വേണ്ടി അവിടെയും കൂടി ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സെയിം ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ ആ പോയിന്റഡ് ആയിട്ടുള്ള അവിടെ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ഇൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസ് കോൺടോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരു പെർട്ടിക്കുലർ കോൺടോർ സ്റ്റിക്ക് എനിക്ക് യൂഫോബിയ ബോക്സിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു നല്ല ക്രീം കോൺടോർ ആണ്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഈസിയാണ് വർക്ക് ചെയ്യുക. അതിൻ്റെ പിഗ്മെൻറ്റേഷൻ കണ്ടപ്പോൾ ഞാനത് ഭയങ്കര ഡാർക്കായി പോകുമെന്ന് ചോദിച്ചു. പക്ഷെ നല്ല ഷാർപ്പ് കോൺടോറിങ്ങിന് ബെസ്റ്റാണ് ഈ ഒരു പെർട്ടിക്കുലർ കോൺടോർ ആൻഡ് ഹൈലൈറ്റിംഗ് സ്റ്റിക്ക്. അത് വെച്ചിട്ട് ഞാൻ വരച്ചിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണത്. ഈ സ്റ്റിക്ക് ആൻഡ് ക്രീം കോൺടോറിനൊക്കെ ബെറ്റർ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതാണ് ബ്രഷിനേക്കാളും നല്ലത്. അപ്പോൾ അതെൻ്റെ ജോ ലൈനിലും എൻ്റെ ചീക്ക് കോൺടോർ ചെയ്യാനുമാണ് ഞാനത് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഫോർഹെഡിൽ പൊതുവേ കോൺടോർ
ചെയ്യാറില്ല. ബട്ട് ആ പിഗ്മെന്റേഷനെ പറ്റി കുറച്ച് പേടിയുള്ളത് കൊണ്ട് ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ നോസ് കോൺട്രോൾ ചെയ്യണത്. നോസ് കോൺട്രോൾ ചെയ്യാനൊക്കെ ഐബ്രോ പെൻസിൽ ധാരാളം മതി. അപ്പം നമുക്ക് ലൈറ്റ് ഹാൻഡഡ്ലി വരച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. കോൺടോർ ഇത് കൂടി പോകുന്നുള്ള പേടിയും വേണ്ട. സോ ഞാനിന്ന് യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിൽ വന്നിട്ട് മിസ് ക്ലെയറിന്റെ ഐബ്രോ പെൻസിലാണ്. ദി മോസ്റ്റ് അഫോർഡബിൾ ആൻഡ് നല്ല ക്വാളിറ്റി ഐബ്രോ പെൻസിലാണ് മിസ് ക്ലെയറിന്റെ. അത് വെച്ചിട്ട് ഞാൻ മൂക്കിൽ രണ്ട് സൈഡിലും വരച്ചതിന് ശേഷം എൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്യാണ്. കുറച്ചും കൂടി ഈസി എനിക്കൊണ്ട് ഫിംഗേഴ്സ് വെച്ച് ബ്ലെൻഡ് ചെയ്യണതാണ് ബ്രഷിനെക്കാളും. ആൻഡ് ഈ ബേസ് മേക്കപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മെയ്ബിലിൻ്റെ ഫിറ്റ് മീ കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാനിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണുള്ളൂ ബ്രഷ് വെച്ചിട്ട്. ബിക്കോസ് നമ്മൾ ക്രീം കോൺടർ അല്ലെങ്കിൽ സ്റ്റിക്ക് കോൺടർ അല്ലേ ചെയ്തേക്കണേ. അപ്പോൾ അതൊന്ന് മൂവ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് സെറ്റ് ആവുമല്ലോ. അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്യണത്. കഴുത്തും ഒക്കെ നന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ എൻ്റെ കോൺടർ ഒന്നും കൂടി പ്രോമിനൻ്റ് ആക്കാൻ വേണ്ടി NYCൻ്റെ ബ്രോൺസർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടി കോൺടർ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒന്നാമതേ നല്ല കോൺടോർഡ് ആൻഡ് ചിസിൽഡ് ആയിട്ടുള്ള ഫേസ് ആണ്. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് ഷാർപ്പ് കോൺടർ ചെയ്യാൻ വേണ്ടിയാണ് ഒന്നും കൂടി ഈ ഒരു ബ്രോൺസർ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടി ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടി കുറച്ച് ആ കോമ്പാക്റ്റ് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കൂടി ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണേ. നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഐബ്രോസ് ഭയങ്കര ഡിഫൈൻഡ് ആൻഡ് തിക്ക് ഐബ്രോസ് ആണ്. അതും നല്ല കിടിലനായിട്ടാണ് അത് ചെയ്തു വെച്ചേക്കണേ. അപ്പോൾ ഞാനും എൻ്റെ ഐബ്രോസും നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ ഈ അടുത്തുള്ള മേക്കപ്പ് ട്യൂട്ടോറിയലൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് ഐബ്രോസ് കുറച്ചും കൂടി തിന്നാക്കിക്കൂടെ എന്ന്. തിൻ ഐബ്രോസ് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡാണ്. തിൻ ഐബ്രോസ് ചെയ്താൽ സത്യം പറഞ്ഞാൽ നമുക്ക് മോശമാണ്. ബിക്കോസ് അത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡാണ്. തിൻ ഐബ്രോസ് ആണെങ്കിൽ നമുക്ക് ഏജ് ആയിട്ട് നമുക്ക് തോന്നും. ഈവൻ ബോളിവുഡ് സ്റ്റാർസ്, ഹോളിവുഡ് സ്റ്റാർസ്, പിന്നെ ഇന്റർനാഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്, പിന്നെ സൂപ്പർ മോഡൽസ് ആരെ നോക്കിയാലും നമുക്ക് തിക്ക് ഐബ്രോസ് ആണ് ട്രെൻഡ്. അധികം ആരും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നയൻതാരനെ നോക്കിയാൽ തന്നെ അറിയാം തിക്ക് ഐബ്രോസ് ആണ് ട്രെൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഐസിലേക്ക് ഐ മേക്കപ്പിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ അകത്ത് അതിഥി വാട്ടർ ലൈനിലൊന്നും വരച്ചിട്ടില്ല. ഒരു ബ്രൗൺ സ്മോക്കി ആയാണ് നന്നായിട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് വാട്ടർ ലൈനിൽ ഒരു ചെറിയ ഒരു അക്വാ ബ്ലൂവിൻ്റെ ടിൻ്റാണ് കൊടുത്തേക്കുന്നത്. വാട്ടർ ലൈനിലല്ല, ലാഷ് ലൈനിൽ, ലോവർ ലാഷ് ലൈനിൽ. സോ ആ ഒരു ബ്രൗൺ സ്മോക്കി ആയി കൊണ്ടുവരാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ ഷുഗറിൻ്റെ കോവൽ റിട്രാക്റ്റബിൾ കാജൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്നും വരയ്ക്കുകയാണ്. അതിനുശേഷം ഒരു പെൻസിൽ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഞാനത് ബ്ലെൻഡ് ചെയ്യണം. നന്നായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ബ്ലെൻഡ് ചെയ്തത് ബ്ലെൻഡ് ഔട്ട് ആക്കി എടുക്കണം. അതൊരു നമ്മളുടെ ഈ ബ്രൗൺ ഐബ്രോസ് ഒക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു ബേസ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബ്ലാക്ക് ഇടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ഐഷാഡോ പാലറ്റ് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐഷാഡോ പാലറ്റാണ്. റോസസ് ഇൻ ദ എയർ, അമേസിങ് പാലറ്റ്. ഒന്നും കൂടി 2-3 പ്രാവശ്യം ഇട്ടിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാം. അതിൻ്റെ അകത്തുള്ള ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ മേളിൽ കൂടുതൽ നന്നായിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊരു ബ്രൗണിഷ് ടിൻറ്റ് കൊണ്ടുവരണം നമ്മുടെ ഐബ്രോസിൻ്റെ മേളിൽ, ഐലിഡ്സിൻ്റെ മേലെ നന്നായിട്ട് നമ്മളത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ബ്ലാക്കും ബ്രൗണും കൂടി ഒരുമിച്ച് ബ്ലെൻഡായിട്ട് അങ്ങനെ നമ്മൾ മേളിൽ കണ്ണൊന്നും എഴുതിയിട്ടില്ല അങ്ങനത്തെ ഒരു ലുക്ക് നമുക്ക് ശരിക്കും കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം ലോവർ ലാഷ് ലൈൻ എഴുതാൻ വേണ്ടി ഈ മാസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കാജൽ പെൻസിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതെനിക്ക് ഏതാണ് ഗ്രാബ് ബോക്സ് എന്ന് കിട്ടിയതാണ്. നല്ല ഒരു ഐ പെൻസിലാണിത്, നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ആ സെയിം ഐ പെൻസിലാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ വെച്ചിട്ട് ആ പകുതി വരെ മാത്രമേ എഴുതുന്നുള്ളൂ, ഫുൾ എഴുതിയിട്ടില്ല. അത് കുറച്ച് ഒരു ഔട്ട് 1/3 മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നന്നായിട്ട് എഴുതിയതിന് ശേഷം നമ്മളുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുക്കുക. ഫേക്ക് ലാഷസ് ഒന്നും വെച്ചിട്ടില്ല. ആ ഒരു പെർട്ടിക്കുലർ ലുക്കിൽ നന്നായിട്ട് മസ്കാര ഇട്ടേക്കാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കണ്ണ് കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ ന്യൂഡ് പെൻസിൽ വെച്ചിട്ട് വാട്ടർ ലൈൻ ഒന്ന് എഴുതിയിട്ടുണ്ട്, കുറച്ച് വലുതായി തോന്നാൻ വേണ്ടി. അപ്പോൾ കണ്ട നമുക്ക് ആ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. അപ്പോൾ കണ്ണ് ഒന്ന് വലുതാവാൻ വേണ്ടി ന്യൂഡ് പെൻസിൽ വെച്ചിട്ട് നമ്മളുടെ ടിയർ ഡക്ട് സ്റ്റാർട്ട് ചെയ്യണം അവിടെ വരെ എഴുതരുത്, ഒരു പകുതി വരെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. എന്നാലും നമുക്ക് ആ കറക്റ്റ് എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ണ് നല്ല ബിഗ് ആയി നല്ല ഓപ്പൺ അപ്പ് ആയ മാതിരി തോന്നും. അപ്പോൾ അങ്ങനെ ഞാൻ ന്യൂഡ് പെൻസിൽ വെച്ചു. ന്യൂഡ് പെൻസിൽ എസൻസിൻ്റെ ആണ്. കണ്ടപ്പോൾ എഴുതി കഴിയുമ്പോൾ തന്നെ കണ്ണ് നന്നായിട്ട് ഓപ്പൺ ആൻഡ് വലുതായ മാതിരി ഒരു ഇല്യൂഷൻ വരാൻ വേണ്ടിയാണ് നമ്മൾ ന്യൂഡ് പെൻസിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഈ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ബ്രിങ്ക് ഓഫ് പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇടുന്നത്. ഇത് എനിക്കറിയില്ല, ക്യാമറയിൽ ഇതൊരു ലൈറ്റ് റെഡിഷ് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഇതൊരു ഏകദേശം ആ സെയിം കളറാണ്. ആ ഒരു നല്ലൊരു ബ്രൈറ്റ് പിങ്ക് ആണിത്. പക്ഷേ ഇപ്പോൾ എന്താ എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിനിഷ്ഡ് ലുക്ക്. ഇത് ഭയങ്കര ഈസിയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആണ്. പേഴ്സണലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ സെലിബ്രിറ്റി ഇൻസ്പയർഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഗിവ് ദിസ് വീഡിയോ എ ബിഗ് തംസ് അപ്പ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.